മരങ്ങൾ നമുക്ക് തണലേകും എന്ന് പറയുന്നത് വളരെ ശരിയാണ്. മനുഷ്യനെ പോലല്ല. ഈ മരം കണ്ടു അല്ലേ, ഇത് ഫുൾ നമുക്ക് തണലേകുക. അതിഭയങ്കര സ്ക്രോച്ചിങ് വെയിലാണിപ്പം. പക്ഷേ ഈ ഈ തണലൊന്ന് കണ്ട് ആസ്വദിച്ചത് എനിക്ക് എന്ത് രസമാണ് അല്ലേ. ഇത്രയും തണുപ്പ് നമുക്ക് വൃക്ഷങ്ങൾ തരുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃക്ഷങ്ങളൊന്നും ഒരിക്കലും സെൽഫിഷല്ല. അവ വെയിലത്ത് തന്നെ നിന്ന് രാപകലില്ലാതെ വെയിലത്തും മഴയത്തും നിന്നിട്ട് നമുക്ക് തണലേകുക അല്ലേ, നമുക്ക് ഫ്രൂട്ട്സ് ചെയ്യുക. ഒട്ടും സെൽഫിഷല്ല. നമുക്ക് സൊസൈറ്റിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് പഠിക്കാനായിട്ട് ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഷെയ്ഡ് കണ്ടില്ല, എത്ര സുന്ദരമാണ് ഈ ഷെയ്ഡ്. ഇതുണ്ടോ? അതിൻ്റെ ആ തണുപ്പ്. ഒരു എ സി നമുക്ക് വേണ്ട അല്ലേ, ഫുൾ എ സിയാണ് മരത്തിൻ്റെ ചുവട്ടി വന്നു കഴിഞ്ഞാൽ. അതിൽ പരം സൗഭാഗ്യം നമുക്കുണ്ടോ? നമുക്ക് ഡിപ്പെൻഡബിളാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യൻ്റെ മനസ്സ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതുപോലല്ല അല്ലേ, നിശബ്ദരാണ് അവരൊക്കെ. പ്ലാന്റ്സൊക്കെ ചേതനയുള്ളതാണ്, ജീവനുള്ളതാണ്. പക്ഷേ അവരൊന്നിനും റെസ്പോണ്ട് ചെയ്യാറില്ല. നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ട് മറ്റുള്ളവരുടെ ശത്രുത പിടിച്ച് പറ്റുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. പക്ഷേ പ്ലാന്റ്സിന് അങ്ങനെ ഒന്നുമില്ല. നോക്കിയ പ്ലാന്റ്സ് അല്ലേ, അത് എല്ലാ ദിവസവും അങ്ങനെ നിന്ന് നമുക്ക് തണലേകി നമുക്ക് ഫ്രൂട്ട്സ് ഏകി തരിക മാത്രമാണ് ചെയ്യുന്നത്. കൊണ്ട് എത്ര വർഷത്തെ പഴക്കമുള്ള പ്ലാന്റാണ് എനിക്ക്. ഹായ് അല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സസ്യങ്ങളിൽ നിന്ന് കണ്ട് പഠിക്കാനായിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല. ഐ ലൈക്ക് ഇറ്റ്. ഈ തണൽ എന്നും ഉണ്ടാകും, അതാണ് അല്ലേ. അതുപോലെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലുള്ള ഷെയ്ഡിയായിട്ടുള്ള മരങ്ങൾ, ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയും അതിനെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യണം. നമ്മൾ കഴിവതും എല്ലാം വെട്ടി വിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ. എല്ലാം വെട്ടി വിൽക്കുക. അവരൊന്നും ഒരു റീപ്ലേസ് ചെയ്തൊരു പ്ലാന്റ് പോലും വെക്കാറുമില്ല. വളരെ സങ്കടമാണ്. ഇതാണ് പ്ലാന്റ്സിൻ്റെ. നമ്മളൊക്കെ എത്രയോ രൂപ കറണ്ട് ചാർജൊക്കെ കൊടുത്ത് എ സിയൊക്കെ വാങ്ങിച്ച് വിൽക്കുക. നമുക്ക് ഇത് കണ്ടോ, ഇവിടെ ഒരു എ സിയും നമുക്ക് വേണ്ട, നമുക്കൊരു ചിലവും ഇല്ല. ഒരു ചെറിയ പ്ലാന്റ് വാങ്ങിച്ച് വെക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഉണ്ടോ? ഉണ്ടോ? So that's it. Signing out, Ajit from Shiva Parvati. Tata.